സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇതാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ അതിനു മുമ്പ് മോളിക്യൂൾ, ആറ്റം എന്നൊക്കെ കേട്ട ടേം, അതിന്റെ കൺസെപ്റ്റ് എന്താണ് എന്ന് ചിന്തിക്കുക. ഇപ്പൊ ഇവിടെ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫിഗർ ഒരു സ്വർണത്തിന്റെ ഒരു കഷ്ണം, അത് ചെറുതാക്കി ചെറുതാക്കി വളരെ ചെറിയൊരു കഷ്ണം കിട്ടി, ഒറ്റ പാർട്ടിക്കിൾ. ആ ഒരു പാർട്ടിക്കിളിന് ആ വലിയ കഷ്ണം സ്വർണത്തിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവണം എങ്കിലേ അതിന്റെ പാർട്ടിക്കിൾ എന്ന് പറയാനുള്ളൂ. അപ്പോ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ, അപ്പൊ ഇതിനെ നമ്മൾ മോളിക്യൂൾ എന്ന് പറയും. അപ്പൊ എ മോളിക്യൂൾ ഈസ് ദി സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഇൻ എ കെമിക്കൽ എലിമെന്റ് that has the chemical properties of that element. ആ എലിമെന്റിന്റെ പ്രോപ്പർട്ടി മുഴുവനുള്ളത് ചേർത്ത്. ഇനി രണ്ടാമത്തെ ഫിഗർ, അതൊരു കഷ്ണം ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. അതിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സോഡിയവും ക്ലോറിനും, രണ്ട് ആറ്റങ്ങൾ ചേർന്നതാണ്. എങ്കിലേ ഉപ്പിന്റെ എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസും ഈ പാർട്ടിക്കിളിന് ഉണ്ടാവുള്ളൂ. വീണ്ടും അതിനെ വിഭജിച്ചാൽ സോഡിയം, ക്ലോറിൻ എന്നീ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പൊ സോഡിയം ക്ലോറൈഡ്, ദാറ്റ് ഈസ് ഉപ്പിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, ഒന്നിലധികം ആറ്റം ചേർന്നതും സ്വർണത്തിൻ്റെത് ഒരാറ്റം, ഒരു പാർട്ടിക്കിൾ മാത്രമുള്ളത്. അതുകൊണ്ട് സ്വർണത്തിന്റെ മോളിക്യൂൾ ഒരു ആറ്റമാണെന്നും ഉപ്പിൻ്റെത് ഒരു മോളിക്യൂളാണ്, സ്മാളസ്റ്റ് പാർട്ടിക്കിൾ എന്നും പറയും. ഇതുപോലെ പഞ്ചസാര 12 കാർബണും 22 ഹൈഡ്രജനും 11 ഓക്സിജനും ചേർന്നാലാണ് ഷുഗറിന്റെ ഒരു മോളിക്യൂൾ ആവുകയുള്ളൂ. അപ്പൊ വാട്ടർ 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പൊ അത് വീണ്ടും നമ്മൾ വിഭജിച്ചാൽ പിന്നെ ഹൈഡ്രജൻ വേറെ, ഓക്സിജൻ വേറെ. അതുപോലെ ഷുഗർ, കാർബൺ വേറെ, ഹൈഡ്രജൻ വേറെ, ഓക്സിജൻ വേറെ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് മോളിക്യൂൾ എന്താണ്, ആറ്റം എന്താണ്. ആറ്റമായാലും മോളിക്യൂളായാലും ഒറ്റ ഡെഫിനിഷൻ പറയാം, ദി സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ കെമിക്കൽ എലിമെന്റ്. അതൊരു കോമ്പൗണ്ട് ആണെങ്കിൽ ഒന്നിലധികം ആറ്റം ചേർന്നതായിരിക്കും അതിന്റെ മോളിക്യൂൾ. അതിനെ വീണ്ടും വിഭജിച്ചാൽ ഓരോ മോളിക്യൂളുകളായി, ഓരോ ആറ്റങ്ങളായി സെപ്പറേറ്റ് ചെയ്യപ്പെടും എന്ന് ചുരുക്കം. ഓക്കെ. ആറ്റം, സ്മാളസ്റ്റ് പാർട്ടിക്കിൾ, ഒന്നിലധികം ആറ്റങ്ങൾ ചേർന്നാൽ മോളിക്യൂൾ. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതാണോ സ്മാളസ്റ്റ്? അതിനും ചെറിയ പാർട്ടിക്കിൾ അതിനകത്ത് ഉണ്ടാവുമോ? ഇതാണ് നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഉത്തരമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇവിടെ 118 എലിമെന്റിന്റെ ഒരു ടേബിളാണ്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതാണ്, പെട്ട എണ്ണമാണ് 118 എണ്ണം. അതിൽ ആ റൗണ്ട് ഇട്ടതൊക്കെ അന്ന് പേരിടാത്തതും ഇപ്പൊ പേരിട്ടതുമാണ്. അങ്ങനെ ഈ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ, ഹൈഡ്രജന്റെ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ, ഹൈഡ്രജന്റെ ആറ്റം, ലീത്തിയത്തിന്റെ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ, ലീത്തിയത്തിന്റെ ആറ്റം, നിക്കലിൻ്റെത് നിക്കൽ ആറ്റം, കോപ്പറിൻ്റെത് കോപ്പർ ആറ്റം, സിൽവറിൻ്റെത് സിൽവർ ആറ്റം. ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആറ്റങ്ങൾ എന്ന് പറഞ്ഞു വെച്ചു. അത് എന്തുണ്ട്? അത് പിന്നീട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടേണ്ട വിവരം, ആറ്റങ്ങൾ പാർട്ടിക്കിൾ, വേറെയും പാർട്ടിക്കിൾ ചേർന്നതാണ്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും അടങ്ങിയതാണ് ഓരോ ആറ്റവും. അപ്പൊ കോപ്പറിന്റെ ആറ്റത്തിൽ എന്തുണ്ട്? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും. അപ്പൊ കോപ്പറിന്റെ വലിയൊരു കഷ്ണത്തിൽ എത്രയുണ്ട്? കോടാനുകോടി പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും എന്ന് മാത്രമേ നമുക്ക് മറുപടി പറയാനുള്ളൂ. അതുപോലെ സിങ്കിൽ എന്തുണ്ട്? സിങ്ക് പറഞ്ഞ സാധനം എന്താണ് ചോദിച്ചാൽ നമുക്ക് മറുപടി ഇതേ ഉള്ളൂ, കോടാനുകോടി പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും. പിന്നെ സിങ്കും കോപ്പറും തമ്മിൽ എന്താണ് വ്യത്യാസം?
ഇതിലുള്ള കോപ്പറിലുള്ള പ്രോട്ടോണും സിങ്കിലുള്ള പ്രോട്ടോണും കോപ്പറിലുള്ള ഇലക്ട്രോണും സിങ്കിലുള്ള ഇലക്ട്രോണും ഒരുപോലെ തന്നെ, ഒരേ സാധനം തന്നെ. പിന്നെന്ത് വ്യത്യാസം? എണ്ണം മാത്രം. ഈ അറിവാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ. അപ്പൊ ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ചെറുതായി നമ്മൾ പറഞ്ഞു. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ അടങ്ങിയതാണ്. ഇത് ഏറ്റവും അവസാനം നമ്മൾ എത്തിച്ചേർന്നാണ്. പക്ഷെ 100-200 വർഷങ്ങളായി പല ശാസ്ത്രജ്ഞര് പല പല ചെറിയ ചെറിയ വിവരങ്ങൾ പങ്കുവെക്കുകയും മാറ്റം വരുത്തി ഒടുവിലാണ് അങ്ങനെ ഒന്ന് എത്തിയത്. അപ്പൊ many scientists proposed various theories regarding atom. They made use of different methods to arrive at these theories. ഈ തിയറീസ് എത്തിച്ചേരാൻ പല മെത്തേഡുകൾ പലരും ഉപയോഗിച്ചു. അതിൽ ആദ്യത്തെ ഒരു പേരാണ് ജോൺ ഡാൾട്ടൺ. പബ്ലിഷ്ഡ് ഹിസ് തിയറി അബൌട്ട് ആറ്റം ഇൻ 1807, 1807. അതായത് 210-15 കൊല്ലം മുമ്പ്. അതൊരു പരീക്ഷണം നടത്തിയിട്ടോ എക്സ്പെരിമെന്റ് നടത്തിയിട്ടോ അല്ല ജോൺ ഡാൾട്ടന്റെ വ്യൂ ഉണ്ടായത്. ഹിസ് വ്യൂസ് വേർ ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ് ആണ്, എക്സ്പെരിമെന്റ് അല്ല ജോൺ ഡാൾട്ടന്റെ ബേസ്. അതായത് ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലല്ലേ ഇത് ശരിയാവുള്ളൂ. ഒരു വസ്തു ഒരു നിലത്ത് വെച്ചു, അവിടെ ഒരു കുഴി ഉണ്ടായി. അപ്പൊ നമ്മൾ ഊഹിച്ചത് എന്താണ്? ആ വസ്തുവിന് അത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ടല്ലേ കുഴി ഉണ്ടായി. ഇങ്ങനെ ശരിയാണെന്ന് തോന്നുന്ന ചില ലോജിക്കുകൾ ആണ് ജോൺ ഡാൾട്ടന്റെ ബേസ്. എന്തൊക്കെയാണ് ജോൺ ഡാൾട്ടന്റെ വ്യൂ? All matter consists of minute particle called atom. അന്ന് ആറ്റത്തിനെ കുറിച്ച് അറിയില്ല, അപ്പൊ ഇങ്ങനെ പറയാനുള്ളൂ. എല്ലാം മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഉള്ളതാണ്, അതിന് ആറ്റം എന്ന് വേണമെങ്കിൽ പറയാം. Atoms cannot be created or destroyed. ആറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. അപ്പോ ഏത് വസ്തു നമുക്ക് ഉണ്ടാക്കാൻ കഴിയും? ഈ പ്രപഞ്ചത്തെ ഈ ആറ്റങ്ങളൊക്കെ ഈ പല വസ്തുക്കളും നമ്മൾ ഉണ്ടാക്കി കണ്ടുപിടിച്ചതാണ്. ഏതെങ്കിലുമൊക്കെ വസ്തുവിൽ ഉണ്ടാവും, അത് വേർതിരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ആറ്റംസ് കനോട്ട് ബി ക്രിയേറ്റഡ്. നമുക്ക് പുതുതായി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ഉള്ളതിനെ തിരിച്ചറിഞ്ഞു. സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. ആ ഉപ്പ് ആദ്യം മുതലേ ഉണ്ട്, വെള്ളത്തിലുണ്ട്, നമുക്ക് കടലിൽ കണ്ടത്. അതിനകത്തൊരു സോഡിയം ഉണ്ട് എന്ന് വേർതിരിച്ചെടുത്ത് ഇങ്ങനെ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഉപ്പ് നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, സോഡിയം ക്ലോറിന്. അപ്പോഴും അത് പ്രപഞ്ചത്തിലുള്ള വസ്തു തന്നെ. ആറ്റംസ് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ്. അത് ശരിയാണ്, ലോജിക്ക്. അതുകൊണ്ടാണ് ജോൺ ഡാൾട്ടനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പരീക്ഷണം നടത്തിയിട്ടൊന്നും അല്ല, എക്സ്പെരിമെന്റ് നടത്തിയിട്ടൊന്നും അല്ല അത് പറഞ്ഞത്, പക്ഷെ ശരിയാണ്. അതുപോലെ അടുത്ത കൺസെപ്റ്റ് എന്താ? ആറ്റംസ് ഓഫ് ദി സെയിം എലിമെന്റ് ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് മാസ്. ഒരു വസ്തുവിന്റെ ആറ്റം സിമിലർ ആണ്, അല്ലാതിരുന്ന അത് വേറൊരു വസ്തുവായിട്ടുണ്ടാവും. അതും ലോജിക്കായി പറഞ്ഞതാണെങ്കിലും ശരിയാണ്. പക്ഷെ അതിൽ ചെറിയൊരു പെശകുണ്ട്. ഐസോട്ടോപ്പ് പറഞ്ഞ ഒരു സാധനം കണ്ടുപിടിച്ചപ്പോൾ ഒരു വസ്തു തന്നെ പല ഷേപ്പിലും വരാം, പല മാസിലും വരാം എന്ന് പറയേണ്ടി വന്നു. ദി ആറ്റം is the smallest unit of matter that can be take part in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് അതിന്റെ ആറ്റം. Compounds are formed when atoms of two or more elements combine in a simple ratio. ഒരു സിമ്പിൾ റേഷ്യോയിൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വാട്ടർ H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, ഇങ്ങനത്തെ ഒരു 2:1 ഇങ്ങനെ സിമ്പിൾ റേഷ്യോയിൽ ചെറിയ ചെറിയ ആറ്റങ്ങൾ ചേർന്നുണ്ടായതാണ് മോളിക്യൂളുകൾ. അതും പെശകാണ്. ഇപ്പോ പഞ്ചസാര C12H2211 സിമ്പിൾ റേഷ്യോ അല്ലത്. ശരിക്കും ഒരുപാട് മോളിക്യൂളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. റേഷ്യോ കണക്കാക്കിയാൽ വേണമെങ്കിൽ പറയാം നമുക്ക് 1:2:1 എന്നൊക്കെ. ഓക്കെ, റൈറ്റ്. അപ്പൊ ജോൺ ഡാൾട്ടന്റെ വ്യൂസ് എന്തൊക്കെയാ ചോദിച്ചാൽ, all matter consists of minute particles called atoms. Atoms cannot be created or destroyed.
Atoms of the same element are similar in shape and mass. The atoms is the smallest unit of matter that can take part in a chemical reaction. Compounds are formed when atoms of two or more elements combine in a simple ratio. വായിക്കുക, മനസ്സിൽ സൂക്ഷിക്കുക, അധികവും കാണാതെ പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ ആറ്റവുമായി ബന്ധപ്പെട്ട് സർ ഹംഫ്രി ഡേവി എന്നൊരു സയന്റിസ്റ്റിന്റെ പേര്. അപ്പൊ സർ ഹംഫ്രി ഡേവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, സബ്സ്റ്റൻസുകളിലൊക്കെ ഇലക്ട്രിക് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ, എന്ന് അറിവ് തന്ന ഒരു സയന്റിസ്റ്റ്. അത് അങ്ങനെ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു, സ്ഥാപിക്കുകയും ചെയ്തു. പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ സബ്സ്റ്റൻസ്. There are two types of charges ഉണ്ട് എന്നും പറഞ്ഞു. So a substance react with another. Two types of charges ഉള്ളത് കൊണ്ടാണ് ഈ സബ്സ്റ്റൻസുകളൊക്കെ റിയാക്ട് ചെയ്യുന്നത്. എന്ത് റിയാക്ടിങ് ആണ് സർ ഹംഫ്രി ഡേവിയുടെ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്? ഒരു ഡ്രൈ ഹെയറിൽ ചീപ്പ് ഓടിച്ചാൽ, ചീപ്പ് കോമ്പ് തലചീകിയാൽ അത് കഴിഞ്ഞിട്ട് ആ ചീപ്പ് കൊണ്ട് ചെറിയ 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 കടലാസ കഷ്ണങ്ങളെ ചാടിപ്പിടിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ റിയാക്ഷൻ ടു ടൈപ്സ് ഓഫ് ചാർജസ് ഉള്ളത് കൊണ്ടാണ്. ഒരു ബലൂൺ ഊതി അത് തലയിൽ ഒരസി ആ ബലൂണിനെ കൊണ്ടുപോയി ചുമരിൽ അമർത്തി വെച്ചാൽ അതവിടെ പറ്റിപ്പിടിക്കും. ഈ റിയാക്ഷൻ വിത്ത് അനദർ, ഇതും ടു ടൈപ്സ് ഓഫ് ചാർജസ് ഉള്ളത് കൊണ്ടാണ്. എന്തിന്? ഒരു കഷ്ണം ചോക്ക് ബോർഡിൽ എഴുതുമ്പോ അതവിടെ ചോക്ക് പൊടി പറ്റിപ്പിടിക്കാനുള്ള ബേസിക് കാരണം ഇതേ കാരണം. There are two types of charges. So substance react with another. അങ്ങനെ ഈ സർ ഹംഫ്രി ഡേവി ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്തത് ലിക്വിഡിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ കൺക്ലൂഷനിൽ എത്താൻ കഴിഞ്ഞത് ഈ പറഞ്ഞത്. അതായത് ഒരു കമ്പി, ഇരുമ്പോ ചെമ്പോ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, പക്ഷെ ലിക്വിഡിൽ കൂടി പാസ് ചെയ്യും എന്ന എക്സ്പെരിമെന്റിലൂടെയാണ് അവിടെ ടു ടൈപ്സ് ഓഫ് ചാർജ് ഉണ്ട് എന്നും ഇലക്ട്രിക് ചാർജ് എല്ലാ സബ്സ്റ്റൻസിലും ഉണ്ട് എന്നും ഒക്കെ ഉള്ളൊരു കൺക്ലൂഷനിൽ എത്താൻ കഴിഞ്ഞത്. ഈ സർ ഹംഫ്രി ഡേവിയുടെ കണ്ടിന്യൂസ് എക്സ്പെരിമെന്റുകളാണ് മൈക്കൽ ഫാരഡേ ചെയ്തത്. അങ്ങനെ മൈക്കൽ ഫാരഡേനെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയും. അപ്പോ ഇതൊക്കെ ഒരു ടേബിളില് മാച്ച് ദി ഫോളോവിങ് എന്ന് കിട്ടിയാൽ നമുക്ക് ഈ വേർഡുകളൊക്കെ ഓർമ്മ വേണം. അപ്പൊ മൈക്കൽ ഫാരഡേയുമായി ബന്ധപ്പെട്ടതാണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. അത് ലിക്വിഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യും, അത് സബ്സ്റ്റൻസുകളിലൊക്കെ ചാർജ് ഉള്ളത് കൊണ്ടാണ് അത് കഴിഞ്ഞതെന്ന് സർ ഹംഫ്രി ഡേവി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഈ സബ്സ്റ്റൻസിനെ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചതാണ് മൈക്കൽ ഫാരഡേ. മാത്രമല്ല ആ സെപ്പറേഷനുമായി ബന്ധപ്പെട്ട് കറണ്ട് പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കി. ഈ നിയമത്തിൽ ഒരു നിയമമാണ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ്. അപ്പോ ഈ ഫൗണ്ട് ലിക്വിഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ്, സെപ്പറേറ്റിംഗ് ലിക്വിഡ്സ്, അതിന് ഇലക്ട്രോളിസിസ് എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട ലോ ഓഫ് ഇലക്ട്രോളിസിസ്, അത് മൈക്കൽ ഫാരഡേയുമായി ബന്ധപ്പെട്ട പേരാണ്. ഇനി ഹെൻറിച്ച് ജീസർ, അങ്ങേര് ഇതിലെന്താ പങ്ക്? ഇൻവെന്റഡ് വാക്യൂം ട്യൂബ്. ഗ്ലാസ് ഫാക്ടറിയിലെ ഗ്ലാസ് ബ്ലോവറായി വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഗ്ലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെ? ഉരുകിയ ഇതുണ്ടാക്കി ഊതിയിട്ടാണ് കുപ്പികളൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ്. അപ്പൊ ഈ വാക്യൂം ട്യൂബ് ഇൻവെന്റ് ചെയ്തതാണ്. എന്തതിന് പങ്ക്? ആറ്റവുമായി ബന്ധപ്പെട്ട് ഈ ഇൻവെൻഷനിൽ എന്താണ് അവിടെ ഒരു ഇമ്പോർട്ടൻസ്? പല പരീക്ഷണങ്ങളും നടത്തത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി സബ്സ്റ്റൻസിലാണ്. എന്താ കാരണം? ഒരാറ്റം നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാൻ കയ്യിൽ കിട്ടില്ല, അതിൽ നമുക്ക് പരീക്ഷണത്തിനാവൂല. അപ്പോൾ കഴിയുന്നത്ര എണ്ണം കുറയണം.
വളരെ കുറച്ചെണ്ണം ആറ്റങ്ങളുള്ള ഒരു സ്പേസ് വേണം. അവിടെ വേണം പരീക്ഷണം നടത്തണമെങ്കിൽ. അങ്ങനെ ഈ ട്യൂബ്, വാക്യൂം ട്യൂബ് ഉണ്ടായി. വാക്യൂം ട്യൂബിലാണ് പിന്നീട് ആറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള എല്ലാ പരീക്ഷണങ്ങളും, ആറ്റത്തിന്റെ സംബന്ധിച്ച പാർട്ടിക്കിൾ, ഇലക്ട്രോൺ ആയാലും പ്രോട്ടോൺ ആയാലും ന്യൂട്രോൺ ആയാലും ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് നടത്തിയത് ഈ വാക്യൂം ട്യൂബിലാണ്. അപ്പോ ഇതാണ് അതിന്റെ പ്രാധാന്യം, വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചതിന്റെ. ഓക്കെ, അതിന്റെ അർത്ഥം ആ വാക്യൂം ട്യൂബിൽ, വാക്യൂം പറഞ്ഞാൽ ശൂന്യം, അതിന്റെ അർത്ഥം ഒന്നുമില്ല എന്നല്ല. ട്രേസസ് ഓഫ് ഗ്യാസ്. ഗ്യാസ് ആണ് ശൂന്യമാക്കാൻ ഏറ്റവും എളുപ്പം, ഗ്യാസ് ആണ്. അപ്പൊ ഗ്യാസിലെ ആറ്റങ്ങളാണ് നമ്മൾ പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. അപ്പൊ വാക്യൂം ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ഗ്യാസ് അതിലുണ്ടാവും. അത് ചിലപ്പോൾ കുറച്ച് ആറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതങ്ങനെ കുറച്ച് ആറ്റങ്ങളുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ വാക്യൂം ട്യൂബിലാവുമ്പോൾ അതിനകത്ത് വളരെ കുറച്ച് ആറ്റം. ഇതാണ് ഇമ്പോർട്ടൻസ് ഇൻവെന്റഡ് വാക്യൂം ട്യൂബിന്റെ. ഓക്കെ, അടുത്ത ഒരു പേരാണ് ജൂലിയസ് പ്ലക്കാർഡ്. He found that the discharge in a vacuum tube caused a glow. The glow shifted in magnetic field indicating the presence of electric charges. അപ്പൊ ആദ്യം നമ്മൾ ഇലക്ട്രിക് ചാർജസ് എല്ലാ സബ്സ്റ്റൻസിലും ഉണ്ട് എന്ന് പറഞ്ഞു. അത് ആറ്റത്തിലും കൂടി ഉള്ളതാണ്. ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ ചെറിയ ചെറിയ ആറ്റങ്ങൾ ചേർന്നല്ലേ സബ്സ്റ്റൻസ്. അപ്പൊ സബ്സ്റ്റൻസിന്റെ എല്ലാ ഗുണവും ആറ്റത്തിനും കാണണ്ടേ. അങ്ങനെയാണെങ്കിൽ ആറ്റം എന്ന് പറയുന്നതിലും പരീക്ഷണം നടത്തണ്ടേ. അതിന് വാക്യൂം ട്യൂബ് സഹായിച്ചു. അപ്പൊ ജൂലിയസ് പ്ലക്കർ പറഞ്ഞു വാക്യൂം ട്യൂബിൽ ഒരു ഗ്ലോ ഉണ്ടായി. ഡിസ്ചാർജ് പറഞ്ഞ ഒരറ്റത്ത്, ഈ രണ്ടറ്റത്തും കാഥോഡും ആനോഡും, അതായത് പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ട് വൈദ്യുതി കറണ്ട് പാസ് ചെയ്യുക, അതാണ് ഡിസ്ചാർജിങ് പറഞ്ഞാൽ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഗ്ലോ, ഒരു ലൈറ്റ് കണ്ടു. മാത്രമല്ല ആ ഗ്ലോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ, മുകളിലും താഴെയായിട്ട് ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ വെച്ചപ്പോൾ, മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്തു. അതൊന്ന് മെല്ലെ മാറി, നേരെ പോണ്ടത് ചെറുതായി ഷിഫ്റ്റ് ചെയ്തു. അത് ഇലക്ട്രിക് ചാർജ് അകത്ത് എന്തുണ്ടോ അതിൽ ഇലക്ട്രിക് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് എന്താ ഉള്ളത്? കുറെ ആറ്റങ്ങൾ. അപ്പൊ ആ ആറ്റങ്ങളിൽ ഇലക്ട്രിക് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട്. അല്ലാതെ ആ ഗ്ലോ മാഗ്നറ്റിക് ഫീൽഡിൽ ഷിഫ്റ്റ് ചെയ്യില്ല. ഇത് കണ്ടുപിടിച്ചത് ജൂലിയസ് പ്ലക്കാർഡ്. ആദ്യത്തെ പടി. അതായത് ആറ്റത്തിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ആണോ എന്നൊക്കെ പിന്നെ കണ്ടുപിടിച്ചത്. ഇപ്പൊ ജൂലിയസ് പ്ലക്കർ പറഞ്ഞത് he found that the discharge in a vacuum tube caused a glow. The glow shifted in a magnetic field indicating the presence of electric charge. Okay. അടുത്തൊരു പേര് വില്യം ക്രൂക്സ്. വില്യം ക്രൂക്സിന്റെ സംഭാവന എന്തൊക്കെയാണ് ഈ ആറ്റവുമായി ബന്ധപ്പെട്ട്? ആറ്റത്തിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നതിൽ വില്യം ക്രൂക്സിന്റെ റോൾ എന്തായിരുന്നു? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഡിസ്ചാർജ് ട്യൂബ്, വാക്യൂം ട്യൂബ് ഉണ്ടാക്കി. ആ വാക്യൂം ട്യൂബില് പ്രഷർ വളരെ കുറവാണെന്നും അതിന്റെ അർത്ഥം വാക്യൂം ആണ്, പക്ഷേ പീസസ് ഓഫ് വളരെ കുറച്ച് ആറ്റങ്ങൾ അതിനകത്തുണ്ട്. വില്യം ക്രൂക്സ് കുറെ കൂടി സ്മാളർ ഗ്യാസ് പ്രഷറിൽ എക്സ്പെരിമെന്റ് നടത്താവുന്ന ഒരു വാക്യൂം ട്യൂബ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം പിന്നെയും ആറ്റങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞു. ഡെവലപ്ഡ് എ ബെറ്റർ വാക്യൂം ട്യൂബ്, അതിനെ കാഥോഡ് റേ ട്യൂബ്, ചുരുക്കി CTR എന്ന് പറയും. അപ്പൊ എന്ത് റോളാണുള്ളത്? എക്സ്പെരിമെന്റ് നടത്താൻ കുറെ കൂടി സൗകര്യമുള്ള വാക്യൂം ട്യൂബ് ഉണ്ടാക്കി. അതിനെ കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞു, വിത്ത് എ സ്മാളർ ഗ്യാസ് പ്രഷർ. ഇങ്ങനത്തെ CTR ഒരു ഉദാഹരണമാണ് പിക്ചർ ട്യൂബ്, ടിവിയിലെ എക്സ്റേ ട്യൂബുകൾ, ഇതൊക്കെ. ഈ പരീക്ഷണത്തില് വില്യം ക്രൂക്സിന്റെ ഒരു കാര്യം മനസ്സിലായി. ഏതിലുള്ള പരീക്ഷണത്തിൽ? കാഥോഡ് റേ ട്യൂബിൽ ഡിസ്ചാർജ് നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റിൽ മനസ്സിലാക്കി. നെഗറ്റീവ് ചാർജ്, നേരത്തെ ചാർജ് ഉള്ളത് അറിയും, നെഗറ്റീവ് ചാർജ് ഉണ്ട്. എവിടെ? ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട്.
ഈ ഡിസ്ചാർജ് ട്യൂബിൽ എന്തുണ്ട്? കുറെ ആറ്റങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആ ആറ്റങ്ങളിൽ ഉണ്ട് എന്ന് ഡിസ്കവർ ചെയ്തു. ഫൗണ്ട് ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻസ്. മാത്രമല്ല ഈ കാഥോഡിൽ നിന്നാണ് ഇലക്ട്രോണുകളൊക്കെ വരുന്നത്. അതിനെ കാഥോഡ് റേസ് എന്ന് പറയും. അത് സ്ട്രൈറ്റ് ലൈനിലാണ്. സ്ട്രൈറ്റ് ലൈനിൽ നേരെ വളഞ്ഞു പോകാത്തത് കൊണ്ടാണ് നിഴലുണ്ടാക്കുക. സോ ഫോംസ് ഷാഡോ. ആ ചിത്രം, അങ്ങനത്തെ ചിത്രം കാണിക്കാനാണ് ആ രണ്ട് ചിത്രം പുസ്തകത്തിലുണ്ട്. ഫൗണ്ട് കാഥോഡ് റേസ് കോസ്ഡ് ദി ഒബ്ജക്ട്സ് ടു സ്പിൻ. മാത്രമല്ല ഈ കാഥോഡ് റേസിന്, ദാറ്റ് ഈസ് ഇലക്ട്രോണിന് മാസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഇതളുമാതിരി വെച്ചപ്പോൾ അത് സ്പിൻ ചെയ്ത് കറങ്ങി. മാസ് ഉള്ളതുകൊണ്ടാണ് കഴിയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ വില്യം ക്രൂക്സിന്റെ പരീക്ഷണത്തിൽ, എക്സ്പെരിമെന്റിൽ നമ്മൾ മനസ്സിലാക്കിയത് നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട് ആറ്റത്തിൽ. അതിന് ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പറഞ്ഞിട്ടില്ല പേര്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട്. അത് സ്ട്രൈറ്റ് ലൈനിലാണ്. അത് വിട്, അടുത്തത് നോക്കുക. അതാണ് മെയിൻ. അതിന് മാസ് ഉണ്ട്. ഇത്രയും വിവരമാണ് വില്യം ക്രൂക്സ് പറഞ്ഞത്. പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അതായത് അതിന് പേരിട്ടിട്ടില്ല. ഇലക്ട്രോൺ എന്ന് പേരിട്ട് ജെ തോംസൺ പിന്നീട്. ശരി, അപ്പൊ ഇതാണ് പറഞ്ഞത്. വളരെ കാലത്തെ വളരെ 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 അധികം ശാസ്ത്രജ്ഞര് കുറച്ചായി ഉണ്ടാക്കിയ വിവരങ്ങളാണ് ലാസ്റ്റ് നമ്മളിലെത്തിയ നമ്മുടെ ഈ കൺസെപ്റ്റ്. യൂജീൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അങ്ങേർക്ക് എന്താ പങ്ക്? In 1886, Goldstein discovered existence of positively charged rays in the discharge tube. ഈ ഡിസ്ചാർജ് ട്യൂബിൽ പോസിറ്റീവ് ചാർജ് ഉള്ള റേസ് ഉണ്ടായി. അതിന്റെ അർത്ഥം ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ളത് ആറ്റങ്ങൾ. ആറ്റത്തിൽ വില്യം ക്രൂക്സ് പറഞ്ഞ നെഗറ്റീവ് ചാർജിന് പുറമെ അതിൽ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളുകളുമുണ്ട്, നമ്മുടെ പ്രോട്ടോൺ. Goldstein discovered existence of positively charged rays in the discharge tube. അതെങ്ങനെ സാധിച്ചു? ബൈ യൂസിങ് പെർഫോറേറ്റഡ് കാഥോഡ്. ഒരു കാഥോഡിനെ ദ്വാരങ്ങളുള്ളത്, തുളകളുള്ളത്, അങ്ങനത്തെ ഒരു കാഥോഡ് വെച്ചപ്പോ ദീസ് റേസ് വെച്ചപ്പോഴാണ് ഈ ആനോഡ് റേസ്, അതായത് പോസിറ്റീവ് ചാർജ് ഉള്ള റേസുകൾ കണ്ടെത്തിയത്. അതിനെ ആനോഡ് റേസ് എന്ന് പറഞ്ഞു. എന്ത്? ഈ പെർഫോറേറ്റഡ് കാഥോഡ്, ദ്വാരങ്ങളുള്ളത്. അപ്പൊ ആനോഡിന്ന് ചില പാർട്ടിക്കിളുകള്, റേസുകൾ വന്നപ്പോ കാഥോഡ് നെഗറ്റീവാണ്. അതിനെ ഉള്ളിൽ കൂടി, അതായത് ആ ദ്വാരത്തിൽ കൂടി കടന്നങ്ങോട്ട് പോയി. ബാക്കി കാഥോഡൊക്കെ അങ്ങനെയല്ലല്ലോ. കാഥോഡുകൾ പോസിറ്റീവിലേക്കും പോവും, കാഥോഡ് റേസ്. അപ്പൊ അതിനാണ് ആ പെർഫറേറ്റഡ് വെച്ചത്. അതുപോട്ടെ. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായത് അടുത്തൊരു പേര് യൂജീൻ ഗോൾഡ്സ്റ്റീൻ ഡിസ്കവേർഡ് പ്രോട്ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ നമുക്ക് അവസാനം ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നത് മെല്ലെ 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 ആറ്റത്തിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട് എന്നും, പിന്നീട് നെഗറ്റീവ് പാർട്ടിക്കിൾ ഉണ്ട് എന്നും, പിന്നെ പോസിറ്റീവ് പാർട്ടിക്കിൾ ഉണ്ട് എന്നും 1886 ആകുമ്പോഴേക്കും അതുവരെയുള്ള ഇങ്ങനെയുള്ള വരെയുള്ള വിവരങ്ങൾ കിട്ടി. ഓക്കെ, അടുത്ത ഒരു കണ്ടുപിടുത്തമാണ് ഡിസ്കവറി ഓഫ് എക്സ്റേസ്. എക്സ്റേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒപ്പേക്ക് വസ്തുവിൽ കൂടി കടന്നു പോകുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഫോട്ടോ എടുത്താൽ ദേഹത്ത് വെളിച്ചം തട്ടി തിരിച്ച് ക്യാമറയിൽ പോയി പതിയും, അങ്ങനെ നമ്മുടെ രൂപം കിട്ടും. നമ്മുടെ ശരീരത്തിൽ കൂടി തുളച്ച് കയറി എല്ലിൽ തട്ടി തിരിച്ചു പോയാൽ എല്ലിന്റെ ചിത്രം കിട്ടും. അതിനുപയോഗിക്കുന്നതാണ് എക്സ്റേ. എക്സ്റേസ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ തന്നെയാണ്. ഇലക്ട്രോണുകളെ പെട്ടെന്ന് തടയുമ്പോൾ ഊർജം കൂടിയ എനർജി കൂടിയ ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് എനർജി ഉണ്ട് എന്നതാണ് റോൺജന്റെ ഡിസ്കവറി ഓഫ് എക്സ്റേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ആക്സിഡന്റ് ആയിട്ട് കണ്ടെത്തിയാണ് റോൺജൻ. അതായത് ക്രൂക്സിന്റെ CTR ട്യൂബ്, കാഥോഡ് റേ ട്യൂബ്, ഈ കാഥോഡ് റേ ട്യൂബില് എക്സ്പെരിമെന്റ് നടത്തുകയായിരുന്നു റോൺജൻ. ചുറ്റും കാർഡ്ബോർഡ്
കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏകദേശം ഒരു 7-8 മീറ്റർ അകലെ ഒരു വെളിച്ചം കണ്ടു. അപ്പൊ ഇത് കാർഡ്ബോർഡിൽ കൂടി തുളച്ചു കയറുന്ന ചില റേസ് ഈ ട്യൂബിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി റോൺസൺ. അതെന്താണ് എന്നുള്ള പരീക്ഷണത്തിലാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. ഇനി ജെ തോംസൺ, അടുത്ത പേര്, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരും ചോദിച്ചാൽ ഒറ്റൊത്തരേ സാധാരണ പറയുള്ളൂ, ജെ തോംസൺ. മുമ്പ് ക്രൂക്സ് പറഞ്ഞു അതിൽ ചാർജുള്ള നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ജെ തോംസൺ ആണ് ഡിസ്കവറി ഓഫ് ദി ഇലക്ട്രോൺ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്. കാരണം ജെ തോംസൺ ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ക്രൂക്സിന്റെ പരീക്ഷണത്തിൽ അപ്പോ ആ ട്യൂബിൽ ഏത് ഗ്യാസ് ഉണ്ടോ അതിലുണ്ട് എന്നല്ലേ ഉള്ളൂ. ജെ തോംസൺ പല പരീക്ഷണങ്ങളും നടത്തി എല്ലാ പാർട്ടിക്കിളിലും ഇലക്ട്രോൺ ഉണ്ട് എന്ന് മനസ്സിലാക്കി. His research in cathode rays led to the discovery of electron. It is the first subatomic particle discovered. സബാറ്റോമിക് പറഞ്ഞ ആറ്റത്തിലും താഴെയുള്ള പാർട്ടിക്കിൾ ഏതൊക്കെ? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആദ്യം കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ, എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തതാണ് റൂദർഫോർഡിന്റെ പരീക്ഷണം. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട് എന്ന് തെളിയിച്ചത്. പോസിറ്റീവ് പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ഗോൾഡ്സ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആറ്റത്തിൽ എവിടെയായിരിക്കും, ഒരു ആറ്റത്തിന്റെ പൊസിഷനിൽ എവിടെയായിരിക്കും ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക, അത് എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ റൂദർഫോർഡാണ് കണ്ടുപിടിച്ചത്. അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു എക്സ്പെരിമെന്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അതിന് ഒരു ആൽഫ പാർട്ടിക്കിൾസിനെ ഗോൾഡ് ഫോയിലിൽ കൂടി കടത്തിവിട്ടു. ഗോൾഡ് ഫോയിൽ പറഞ്ഞാൽ സ്വർണത്തിന്റെ തിൻ തകിട്. സ്വർണം ഉപയോഗിക്കാൻ കാരണം വളരെ നൈസായിട്ട് വളരെ ചെറിയ വളരെ കനം കുറഞ്ഞ തകിടാക്കാൻ കഴിയും സ്വർണ്ണമാകുമ്പോൾ. അങ്ങനെ തകിടാക്കിയിട്ട് അതിൽ കൂടി ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടു. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളാണ്. അതായത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ന്യൂക്ലിയസുകൾ. ഇതെവിടെ നിന്ന് കിട്ടും? റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ എന്ന് തനിയെ ഉണ്ടാവും. അങ്ങനെ ആ ചിത്രത്തിന്റെ അറ്റത്ത് അതാണ് റേഡിയോ ആക്റ്റീവ്. ഒരു ലെഡ് ചേംബറിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വെച്ചാണ് അതിന് ആൽഫ പാർട്ടിക്കിൾ ഉണ്ടാവും. ആ ആൽഫ പാർട്ടിക്കിളുകൾ വന്ന് ഗോൾഡ് ഫോയിലിൽ തട്ടി കടന്നുപോയി അതിനെയൊക്കെ ഒരു സർക്കുലർ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. ഈ ഡിഫ്രാക്ഷനുകളൊക്കെ മനസ്സിലാക്കി, സ്റ്റഡി ചെയ്തു, എന്നിട്ട് ചില കൺക്ലൂഷനിലെത്തി റൂദർഫോർഡ്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഈ ആൽഫ പാർട്ടിക്കിൾ സ്വർണത്തിന്റെ ഫോയിലിൽ കൂടി കടന്നുപോയതാണല്ലോ. അതായത് സ്വർണത്തിലെ ആറ്റങ്ങളിൽ എന്ത് ഡിഫ്ലക്ഷൻ ആണ് നടന്നത് എന്നാണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് ഗെറ്റിംഗ് ഡിഫ്ലക്ഷൻ. കൂടുതലും ഡിഫ്ലക്ട് ചെയ്യാതെ പുറത്തു വന്നു. അതിന്റെ അർത്ഥം മേജർ പോർഷൻ ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. ആറ്റങ്ങളിൽ കൂടുതൽ ഭാഗവും ഒഴിവാണ്. അതിന്റെ അർത്ഥം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണെന്ന് അർത്ഥം. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്തത് ഒരു തകിടാണ്. അതിന്റെ അർത്ഥം അതിൽ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ ഈ കടന്നുപോയത് ആറ്റങ്ങളുടെ ഇടയിൽ കൂടി തന്നെയാണ്. അപ്പൊ ഒരു റിഫ്ലക്ഷൻ ഇല്ലാതെ വന്നപ്പോൾ മനസ്സിലായത് ആറ്റങ്ങളിൽ എംപ്റ്റി സ്പേസ് കൂടുതലാണ്. ഓക്കെ, വെരി ഫ്യൂ പാർട്ടിക്കിൾസ് were deflected from their path. വളരെ ചുരുക്കം റേസ് ഡിഫ്ലക്ട് ചെയ്തു. അതിന്റെ അർത്ഥം ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആണ്, വേറൊരു പോസിറ്റീവ് ഉണ്ടെങ്കിലേ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അതിന്റെ അർത്ഥം വളരെ ചുരുങ്ങിയ സ്ഥലത്ത്, വളരെ കുറച്ച് സ്ഥലത്ത് കുറെ പോസിറ്റീവ് ചാർജുകൾ ഉണ്ട്. All positive charges are concentrated in a small part. This region is nucleus. അങ്ങനെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റായി. ആറ്റത്തിൽ ഒഴിഞ്ഞ സ്ഥലം ധാരാളം, ഒരു പാർട്ട് ഇതിന്റെ സെൻട്രൽ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എല്ലാ പോസിറ്റീവ് ചാർജും അവിടെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ദീസ് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആർ ദി പ്രോട്ടോൺസ്. മോസ്റ്റ് മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓരോ ഹൈഡ്രജൻ ആറ്റത്തിനും ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ പായിച്ച ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഈക്വൽ ആണ്. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ചേർന്ന്.
അപ്പൊ ഇതിന്റെയൊക്കെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് പ്രോട്ടോൺ എന്നൊരു പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട് എന്നും അത് ആറ്റത്തിന്റെ ഒരു സ്മാൾ പാർട്ടിക്കിളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നും. മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന് ഈക്വൽ ആണ് ഓരോ പ്രോട്ടോണിന്റെയും മാസ്. ഓക്കെ. പിന്നീട് അടുത്ത എക്സ്പെരിമെന്റ് നടത്തിയത് ജെയിംസ് ചാഡ്വിക്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അതിന്റെ അർത്ഥം ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളും ആറ്റത്തിലുണ്ട്. ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആയതുകൊണ്ട് മനസ്സിലായി പോസിറ്റീവ് ചാർജ് ഡിഫ്ലക്ഷൻ എന്ന് മനസ്സിലായി പോസിറ്റീവ് ചാർജ് ഉണ്ട്. ചാർജേ ഇല്ലെങ്കിലോ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ അവിടെ ഉണ്ട് എന്നറിയണ്ടേ. ഡിസ്കവേർഡ് ന്യൂട്രോൺസ് എപ്പോ? ഇൻ 1932. ആലോചിക്കണം, 1932, ഏകദേശം ഈ അടുത്ത നൂറ്റാണ്ട്, നമ്മുടെ അടുത്ത നൂറ്റാണ്ടായി. He proved that there are neutral particles inside the nucleus. Mass of neutrons is equal to mass of proton. ന്യൂട്രോണും മാസ് പ്രോട്ടോണിന് ഈക്വൽ ആണ്, മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന് ഈക്വൽ ആണ്. മാസ് ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് മനസ്സിലായി. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് എത്തുമ്പോഴേക്കും 1932 എത്തുമ്പോഴേക്കും നമുക്ക് ആറ്റത്തിൽ പ്രോട്ടോണും ഇലക്ട്രോണിനും പുറമെ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് ആറ്റത്തിലുള്ള എല്ലാ പാർട്ടിക്കിളിന്റെയും കൂടിയുള്ള മാസാണ്. അപ്പോ ഇലക്ട്രോണിന്റെ മാസ് പ്ലസ് പ്രോട്ടോണിന്റെ മാസ് പ്ലസ് ന്യൂട്രോണിന്റെ മാസ്, വേറെ ഒന്നുമില്ലല്ലോ ആറ്റത്തിൽ. അപ്പൊ ആറ്റത്തിന്റെ മാസ് മൂന്നും ചേർന്ന്. പക്ഷേ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ മാസിന്റെ 1837 ഒരു ഭാഗം, വളരെ ചുരുക്കം. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യുന്നു. അപ്പോ ഓരോരോ ആറ്റത്തിന്റെയും മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ അത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് ഈക്വൽ ആണ്. അപ്പൊ രണ്ടിന്റെയും കൂടി എണ്ണം കൂട്ടിയാൽ നമുക്ക് മാസ് നമ്പർ കിട്ടും. ഓക്കെ. ഇപ്പോ ഏറെക്കുറെ ആറ്റത്തിന്റെ സ്ട്രക്ചറിൽ എത്തി നിന്നു. ഇനിയും കഴിഞ്ഞില്ല. ആറ്റത്തിന് ഇപ്പൊ നമ്മൾ ഇനി പല മോഡൽ, ഇത് എങ്ങനെ ഇരിക്കും? പാർട്ടിക്കിൾ ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്, മാസിൻ്റെതാണ്. പക്ഷേ സെൻട്രലിലാണ് പോസിറ്റീവ്, ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ഉണ്ട്, ഒക്കെ ശരി. പക്ഷെ ഇത് എങ്ങനെ ഇരിക്കും? ഇത് എവിടെ, എന്തൊക്കെ, എങ്ങനെയൊക്കെ, ഏതൊക്കെ? എവിടാണ് ഈ പ്രോട്ടോൺ? ഇലക്ട്രോണിന്റെ സ്ഥിതി എന്താണ്? ഇലക്ട്രോൺ എവിടെയാണ്? അത് എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ചൊക്കെ ഉള്ളത് പിന്നീടും പലരും പല സങ്കല്പങ്ങളും ഉണ്ടാക്കി. ഇത് കൂടുതലും കൺസെപ്റ്റുകളാണ്. ഇപ്പൊ റൂദർഫോർഡ്, ബോർ, ഇത് രണ്ട് പേരുകളാണ്. ജെ തോംസണും ഇവരൊക്കെ ആറ്റത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ റൂദർഫോർഡിന്റെയും ബോറും ഈ രണ്ടെണ്ണം കൊണ്ട് 9ാം ക്ലാസ്സിലെ പഠിപ്പ് തീരും. ഇതുകൊണ്ട് തീർന്നില്ല. ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇനിയും ധാരാളം നമ്മൾ 10ലും പഠിക്കും, 11ലും പഠിക്കും. ഓക്കെ. ഇനി ഇതിന്റെ ഒരു അബ്സ്ട്രാക്ട് പറയാം. ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആൻഡ് ചാർജ്ലെസ് ന്യൂട്രോൺസ്. ഇത് നമ്മൾ മനസ്സിലാക്കിയത് ആറ്റംസ് പോസിറ്റീവ് ചാർജ്ഡ് പ്രോട്ടോണും നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എല്ലാ സബ്സ്റ്റൻസിലും പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളും നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളും ഉണ്ടാവണം. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല. വസ്തുക്കളിലൊക്കെ ചാർജ് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ നമ്പർ, അതായത് പ്രോട്ടോണും ഇലക്ട്രോണും ഈക്വൽ ആണ്. അതുകൊണ്ട് ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെൻട്രൽ പാർട്ടാണ്. അതായത് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നുണ്ടായത് ന്യൂക്ലിയസ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വട്ടം, അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടായതല്ല. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് ഒരു സ്ഫിയർ പോലെ ആയതാണ്. ഇലക്ട്രോൺസ് ഒക്കെ അതിന് പുറത്തുമാണ്. അപ്പൊ പ്ലാനറ്ററി മോഷൻ മോഡൽ ഓഫ് ദി ആറ്റം, റൂദർഫോർഡ് പറഞ്ഞു ഈ ആറ്റം എങ്ങനെയിരിക്കും. പിന്നെ ഇതൊക്കെ കൺസെപ്റ്റുകളാണ്.
ഇപ്പോ ഒരു സെൽ എങ്ങനെ ഇരിക്കും, ബ്ലഡ് എങ്ങനെ ഇരിക്കും ചോദിച്ചാൽ മൈക്രോസ്കോപ്പിൽ കാണിച്ചു കൊടുക്കാം. തോന്നിയതുപോലെ ഓരോരുത്തർക്ക് പറയേണ്ടതില്ല. പക്ഷേ ആറ്റം അങ്ങനെ ഒരു മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ കാണാവുന്നതല്ല. അതുകൊണ്ട് വസ്തുക്കൾ കാണും, പക്ഷെ ഒരു ആറ്റം തനിച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് കൺസെപ്റ്റുകളാണ്. ഇതിങ്ങനെ ആവും, അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പല കൺസെപ്റ്റുകൾ ആറ്റത്തിനെ കുറിച്ച് ഉണ്ടായത്. അപ്പൊ റൂദർഫോർഡ് പറഞ്ഞത് പ്ലാനറ്ററി മോഡലാണ്. സണ്ണിന് ചുറ്റും ഗ്രഹങ്ങളൊക്കെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നത് പോലെ സൂര്യന് ചുറ്റും സെൻട്രൽ പാർട്ടായ മാസീവ് ന്യൂക്ലിയസ്, മാസ് അവിടെയാണ്. ബാക്കിയുള്ളൊന്നിനും ബാക്കി ഇലക്ട്രോണുകളൊന്നും വെയിറ്റ് നമ്മൾ കണക്കാക്കുന്നില്ല. അപ്പൊ മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിലാണ്. അപ്പൊ അതിന്റെ ചുറ്റും പ്ലാനറ്റുകൾ സൂര്യന് ചുറ്റും കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്ലാനറ്ററി മോഡൽ, റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ. അത് വേണമെങ്കിൽ അംഗീകരിക്കാന്ന് വിചാരിക്കുക. പക്ഷേ ഈ റൂദർഫോർഡിന്റെ ഈ കൺസെപ്റ്റ് തള്ളിക്കളയും. എന്താ കാരണം? ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു കയറിൽ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ് വിചാരിക്കുക. നിങ്ങൾ ചുറ്റല് നിർത്തി, അപ്പോഴും അതിന് എനർജി ഉണ്ട്. അത് കുറച്ചു നേരം കൂടി ഇങ്ങനെ ചുറ്റി അതിന്റെ എനർജി മുഴുവൻ റേഡിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വന്ന് കയ്യിൽ അടിക്കും, നേരെ സെൻട്രലിലേക്ക് വന്ന് വീഴും. അതുപോലെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ കറങ്ങി അവസാനം ന്യൂക്ലിയസിൽ വന്ന് പതിക്കും. ഇത് ശരിയാണെങ്കിൽ ആ എനർജി എവിടെ നിന്ന് ഉണ്ടായിന്നും ഇതിനൊക്കെ കാരണം വേറെ പറയാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് റിജക്റ്റ് ചെയ്തു. അപ്പോ ദി അറ്റോമിക് മോഡൽ ഓഫ് റൂദർഫോർഡ് വാസ് റിജക്റ്റഡ്. The energy of the revolving electron should have loss and should finally collide with the nucleus. But this does not happen. അപ്പൊ എന്തുകൊണ്ട് റിജക്ട് ചെയ്ത് ചോദിച്ചാൽ അതിന് കാരണമായി പ്ലാനറ്ററി മോഡൽ എന്താണ്. ഓക്കെ, ഇനി റൂദർഫോർഡിന്റെ മോഡൽ റിജക്ട് ചെയ്തു. അടുത്ത ഒരു സയന്റിസ്റ്റ് നീൽ ബോർ മോഡൽ ഓഫ് ആറ്റം, അത് ഏറെക്കുറെ അംഗീകരിച്ചതാണ്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ പിന്നെയും വന്നിട്ടുണ്ട്. ഇപ്പോ ബോറിന്റെ മോഡൽ നമുക്കൊന്ന് പഠിക്കാം. ഒന്നാം, ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിലാണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണ് ന്യൂക്ലിയസിലുണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പുറത്താണ്. ഈ പ്രോട്ടോണ് അട്രാക്ട് ചെയ്തിട്ടാണ് ഈ ഇലക്ട്രോണുകൾ അവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ എനർജി ഈ പ്രോട്ടോണിന്റെ അട്രാക്ഷനേക്കാൾ ഇത്തിരി കൂടുതൽ എനർജി ഉള്ളത് കൊണ്ട് മാറി നിന്ന് റിവോൾവ് ചെയ്യുന്നു. കുറെ കൂടി എനർജി കൂടിയ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അപ്പുറത്ത് പോയി മാറി നിൽക്കും, അവിടെ കിടന്ന് കറങ്ങും. കുറെ കൂടി എനർജി കൂടിയത് ഇനി അപ്പുറത്ത് ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്ന് പോകുന്തോറും എനർജി ലെവൽ കൂടി വരും. ഇലക്ട്രോണുകൾക്ക് കൂടുതൽ എനർജി ഉള്ളത് ഔട്ടർ മോസ്റ്റിൽ, പിന്നെ കുറച്ച് എനർജി കുറവുള്ളത് അകത്ത്. കാരണം ഈ പ്രോട്ടോൺ അട്രാക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആ അട്രാക്ഷനേക്കാൾ ഇത്തിരി കൂടുതൽ എനർജി ഉള്ളത് കൊണ്ട് മാറി പോകും. അപ്പോ ഇത് വെച്ച് ആലോചിക്കുക. അപ്പൊ നമ്മൾ ഈ ഓർബിറ്റ്സ് എന്ന് പറയും. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കറങ്ങണ സർക്കുലർ പാത്ത്, അതിനാണ് ഓർബിറ്റ് എന്ന് പറയുക. ഒരു പാത്താണ്, പൊസിഷനാണത്. അല്ലാതെ വരയും പാതയും ഒന്നും അവിടെ ഇല്ല, ഒരു പൊസിഷൻ. അത് കാണിക്കാൻ നമ്മൾ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി വരയ്ക്കണമെന്ന് മാത്രം. അപ്പൊ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത് ടേംഡ് ഓർബിറ്റ്സ്, അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് പറയും. അപ്പൊ ഒരു ന്യൂക്ലിയസിന് ചുറ്റും എനർജി ലെവൽ അനുസരിച്ച് ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്, അല്ലെങ്കിൽ കെ എൽ എം എൻ. ഒന്നാമത്തേന് കെ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ഷെല്ലിന് എൽ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ ഷെല്ലിന് എം എന്ന് പറഞ്ഞു, നാലാമത്തേന് എൻ എന്ന് പറഞ്ഞു. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എനർജി ലെവലുകളാണ്. ഈ ഇലക്ട്രോണുകൾ അതിന്റെ എനർജി അനുസരിച്ച് കെ ഷെല്ലിലോ എൽ ഷെല്ലിലോ എം ഷെല്ലിലോ എൻ ഷെല്ലിലോ ഉണ്ടാവും. അത് ഒരു ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതനുസരിച്ചുള്ള ഷെല്ലുകൾ. ഇനി നോക്കാം. ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത് ടേംഡ് ഓർബിറ്റ്സ് ഓർ ഷെൽ. അപ്പൊ സർക്കുലർ പാത്തിന് എന്ത് പേര് പറയും? ഓർബിറ്റ്സ് എന്ന് പറയും. എവറി സർക്കുലർ ഓർബിറ്റ് വിൽ ഹാവ്
എ സർട്ടൺ എമൗണ്ട് ഓഫ് ഫിക്സഡ് എനർജി. ഓരോ ഓർബിറ്റലിലും ഇത്ര എനർജി ഫിക്സഡ് ആണ്. അത് ആ കൺസെപ്റ്റ് തകരാറാണ്, അതൊന്നും പോട്ടെ. ഇപ്പോൾ നമ്മളത് അംഗീകരിക്കണം. എന്താ കാരണം, ബോർ പറഞ്ഞതാണ് ഫിക്സഡ് ആണ് ഓരോ ഓർബിറ്റലും എനർജി എന്ന് പറഞ്ഞാൽ ഇത്ര എനർജി ഉള്ളത് ആ അടുത്തത് അത്ര അകലെ ഉണ്ടാവും, ഒന്നാമത്തേതിൽ എനർജി കുറെ. അപ്പോൾ അത്ര എനർജി ഒന്നാമത്തെ ഓർബിറ്റലിൽ എത്ര എനർജി ഉള്ളതിന് നിൽക്കാവോ അത്ര എനർജി ഉള്ള എല്ലാ ഇലക്ട്രോണുകളും അവിടെ തന്നെ ഉണ്ടാവും എന്നർത്ഥം. സോ ഷെൽസ് ആർ കാൾഡ് എനർജി ലെവൽ. The electrons will not radiate energy as long as they continue to revolve around the nucleus in the fixed orbital shells. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു എനർജി ലോസ് ചെയ്യുന്നും റൂദർഫോർഡിന്റെ ഇത് റിജക്ട് ചെയ്യാനുള്ള കാരണം എനർജി ലോസ് ചെയ്യുന്നും ഒടുക്കം അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുന്നു, കൊളൈഡ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോ ബോർ അതിന് കാരണം പറഞ്ഞു ഇലക്ട്രോൺ വിൽ നോട്ട് റേഡിയേറ്റ് എനർജി. അതായത് അത് റിവോൾവ് ചെയ്യുന്നത് ഒന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ അത് ഒന്നാമത്തെ ഷെല്ലിൽ തന്നെയുള്ളിടത്തോളം കാലം അതിന്റെ എനർജി ലോസ് ചെയ്യില്ല. രണ്ടാമത്തെ ഷെല്ലിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തെ ഷെല്ലിൽ തന്നെ റിവോൾവ് ചെയ്യും. അതിന്റെ ഇലക്ട്രോൺ കുറഞ്ഞാൽ ഫസ്റ്റിലേക്ക് വരും, എനർജി കൂടുതലായാൽ തേർഡിലേക്ക് പോകും. ഇതൊക്കെ പിന്നീടുള്ള പഠിപ്പാണ്. ഇതാണ് ബോറിൻ്റെത്. അപ്പോ എനർജി ഉള്ളിടത്തോളം, എനർജി അതായത് ആ ഓർബിറ്റലിൽ തന്നെ ഉള്ളിടത്തോളം അതിന്റെ എനർജിക്ക് മാറ്റം വരില്ല, ആ ഓർബിറ്റലിൽ തന്നെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. Energy level increases as the distance from the nucleus increases. The different energy levels or shell orbits are represented in two ways, such as 1, 2, 3, 4 no, K, L, M, N no ഒക്കെ പേര് പറയും. ഓക്കെ, കെ എൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെല്ല് പറഞ്ഞാൽ എന്താണ്? എനർജി ലെവൽ. ഓക്കെ, വളരെ എളുപ്പത്തിൽ പറയണം. ഓക്കെ, ഇനി ചില ടേമുകളും കൂടി അറിയാം. മാസ് നമ്പർ. മാസ് എവിടെയാണ്? ന്യൂക്ലിയസിൽ എന്തുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പൊ മാസ് നമ്പർ എന്നാൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം. അടുത്തത് അറ്റോമിക് നമ്പർ. എന്താണ് അറ്റോമിക് നമ്പർ? പ്രോട്ടോണിന്റെ എണ്ണത്തിന് ഈക്വൽ, അല്ലെങ്കിലോ ഇലക്ട്രോണിന്റെ എണ്ണത്തിന് ഈക്വൽ. രണ്ടും ഈക്വൽ നമ്പറാണ്. അപ്പോ അറ്റോമിക് നമ്പർ എന്ത്? മാസ് നമ്പർ. ഒരു എലിമെന്റിന്റെ സിമ്പൽ സോഡിയം Na എന്ന് എഴുതും. അതിൽ 23 എന്ന് മുകളിൽ എഴുതിയത് മാസ് നമ്പറും താഴെ എഴുതിയ 11 അറ്റോമിക് നമ്പർ. അപ്പൊ ജനറൽ ആയിട്ട് XAZ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് മാസിനെയും അറ്റോമിക് നമ്പർ. ഇത് കണ്ടാൽ നമുക്ക് എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട്, അറ്റോമിക് നമ്പർ എന്ത്, മാസ് നമ്പർ എന്ത് എന്നൊക്കെ പറയാനുള്ള അറിവ് ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബോറിന്റെ തിയറി അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പല എനർജി ലെവലുകളായിട്ടാണ് റിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു. എങ്ങനെ? അതില് മാക്സിമം ഓരോ എനർജി ലെവലും എത്ര വരും എന്നറിയാം. ഇപ്പൊ ഒരു 10 ഇലക്ട്രോൺ ഉള്ളതോ 2 ഇലക്ട്രോൺ ഉള്ളതോ 1 ഇലക്ട്രോൺ ഉള്ളതോ 5 ഇലക്ട്രോൺ ഉള്ളതോ ആയ ആറ്റങ്ങൾ ഉണ്ടാവും. അതിലെല്ലാ ഷെല്ലിലും അത് നിറഞ്ഞിരിക്കുമോ? 10 ആയാലും ഒരു ഷെല്ലിലോ 2 ഷെല്ലിലോ, 100 ആയാലും ഒരു ഷെല്ലിലോ 2 ഷെല്ലിലോ 10 ഷെല്ലിലോ 50 ഷെല്ലിലോ ഇങ്ങനെ നിറഞ്ഞിരിക്കുമോ? അതിന് വല്ല ആ എനർജി ലെവലുകൾക്ക് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? അതാണ് ഇനിയത്തെ ഒരു കാര്യം. ഹയർ എനർജി ലെവലിൽ, അതായത് കെയിനേക്കാൾ എനർജി ലെവൽ കൂടിയതാണ് എൽ, എല്ലിനേക്കാൾ എനർജി ലെവൽ കൂടിയതാണ് എം. കെ എനർജി ലെവൽ കുറഞ്ഞത് ഫില്ല് ചെയ്ത ശേഷമേ എല്ലിലേക്ക് കടക്കുള്ളൂ. അപ്പോ കെയിലും എല്ലിലും എമ്മിലും മാക്സിമം എത്ര ഇലക്ട്രോണുകൾ അക്കമഡേറ്റ് ചെയ്യാൻ കഴിയും എന്ന് നമുക്കറിയാം. ഷെല്ലിന്റെ നമ്പർ 1 ആണെങ്കിൽ 2 × 1 സ്ക്വയർ 2n സ്ക്വയർ. ഷെല്ലിലെ നമ്പർ 2 ആണെങ്കിൽ
2 ഇൻറ്റു 2 സ്ക്വയർ. ഷെൽ 5-ാമത്തേതാണെങ്കിൽ 2 ഇൻറ്റു 5 സ്ക്വയർ. എത്ര വരുമോ അത്ര ഇലക്ട്രോണുകൾ 5-ാമത്തെ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇൻ കെ, ദാറ്റ് ഈസ് ഷെൽ നമ്പർ ഈസ് 1, 2 ഇൻറ്റു 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. എൽ ഷെല്ലിൽ 2 ഇൻറ്റു 2 സ്ക്വയർ, 2 സ്ക്വയർ 4, 4 2 8 മാക്സിമം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആർഗൺ 4018 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അറ്റോമിക് മാസ് നമ്പർ 40, അറ്റോമിക് നമ്പർ 18, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 18, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 18, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോണിന്റെ എങ്ങനെ അറിയാം? ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം കൂട്ടിയതാണ് മാസ്. അപ്പൊ മാസ് നമ്പറായ 40-ൽ നിന്നും പ്രോട്ടോണിന്റെ നമ്പർ കുറച്ചാൽ ന്യൂട്രോണിന്റെ എണ്ണമായി. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണുകൾ എങ്ങനെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു നോക്കുക. ആകെയുള്ളത് 18 ഇലക്ട്രോൺ. എങ്ങനെ മനസ്സിലായി? അറ്റോമിക് നമ്പർ 18. അതിൽ ആദ്യത്തെ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്നത് 2 ഇൻറ്റു 1 സ്ക്വയർ 2. 2 എണ്ണം ആദ്യത്തെ ഷെല്ലിൽ വരച്ചു. ഇനിയുള്ളത് 16 എണ്ണം ഉണ്ട്. മൊത്തം 18 ഇലക്ട്രോൺ. ആ 16-ൽ 2-ാമത്തെ ഷെല്ലിൽ 2 ഇൻറ്റു 2 സ്ക്വയർ 8 മാക്സിമം. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2, പിന്നത്തെ ഷെല്ലിൽ 8. അപ്പൊ ടോട്ടൽ 10 ആയി. ഇനിയുള്ളത് 8 ഇലക്ട്രോൺ ബാക്കി. 3-ാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺ വരെ ആവാം. പക്ഷെ ഇവിടെ 8 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ 8 ഇലക്ട്രോൺ 3-ാമത്തെ ഷെല്ലിൽ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി. ഇങ്ങനെ ബോറിന്റെ അറ്റോമിക് നമ്പറോ മാസ് നമ്പറോ ഒരാറ്റത്തിന്റെ തന്നാല് ബോർ മോഡൽ അനുസരിച്ച് അറ്റോമിക് സ്ട്രക്ചർ ഇതുപോലെ ആലോചിച്ച് ചിന്തിച്ച് വരയ്ക്കാൻ അറിയണം. അതിന് ഈ ഒരു ഉദാഹരണവും ടെക്സ്റ്റിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്. അതൊക്കെ ഈ അറിവാണ് നമുക്ക് ആവശ്യം. ഈ അറിവ് ഉപയോഗിച്ച് വരയ്ക്കുക. അല്ലാണ്ട് ഓരോ ക്വസ്റ്റ്യനും ആരെങ്കിലും ആൻസർ എഴുതി തന്ന് അത് പഠിക്കാൻ ദയവ് ചെയ്ത് മെനക്കെടരുത്. നിങ്ങളുടെ അറിവ് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ അറിവ് ഉപയോഗിച്ചിട്ട് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്. താഴെ ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 3 എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒരേ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 1 2 3. ഇതിന്റെ അർത്ഥം ആദ്യത്തെ എഴുതിയതിൽ ന്യൂട്രോൺ 0, അടുത്തതിൽ 2 - 1 1 ന്യൂട്രോൺ, അടുത്ത 3 - 1 2 ന്യൂട്രോൺ. ഇങ്ങനെ ആറ്റംസ് ഓഫ് സെയിം എലിമെന്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ, ഇങ്ങനെ വന്നാൽ ഐസോടോപ്സ്. ഡിഫറെന്റ് മാസ് നമ്പർ അതിന്റെ അർത്ഥം ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് ന്യൂട്രോണിൽ, അതായത് ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസമുള്ളത്. ആൾ ഹാവ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ ഐസോടോപ്പ് എന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് സെയിം എലിമെന്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അപ്പൊ ഐസോടോപ്പുകൾ തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് ചോദിച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നർത്ഥം. ബാക്കി പാർട്ടിക്കിളൊക്കെ ഈക്വൽ. ദെൻ വേറെയും ചില ഇതുപോലത്തെ ഐസോടോപ്പുകൾ. അതിനു മുമ്പ് ഹൈഡ്രജൻ ഐസോടോപ്പുകൾക്ക് ഓരോ പേരുണ്ട്. പ്രോട്ടിയം, H2 ഡ്യൂട്ടീരിയം, 3 ട്രീഷ്യം. ഇതുപോലെ കാർബൺ 12 മാസ് നമ്പർ ഉള്ളത്, 13 മാസ് നമ്പർ ഉള്ളത്, 14 മാസ് നമ്പർ ഉള്ളത്. അതിന്റെ അർത്ഥം 6 ന്യൂട്രോൺ ഉള്ളത്, 7 ന്യൂട്രോൺ ഉള്ളത്, 8 ന്യൂട്രോൺ ഉള്ള കാർബൺ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറയുന്ന പോലെ ഇതിന് പേരില്ല. കാർബൺ 12 എന്ന് പേര് പറയും, കാർബൺ 13 എന്ന് പേര് പറയും, കാർബൺ 14. അതുപോലെ ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18. വീഡിയോ പോസ് ചെയ്തിട്ട് നല്ലതുപോലെ ഓരോന്നും നോക്കുക. എന്ത് വ്യത്യാസമുണ്ട്, അറ്റോമിക് നമ്പർ എത്ര, മാസ് നമ്പർ എത്ര. ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ കാർബൺ 14-ലെയും ഓക്സിജൻ 16-ലെയും ന്യൂട്രോണിന്റെ എണ്ണം ഈക്വൽ ആണ്. ഇങ്ങനെ 2 ആറ്റങ്ങൾ, വെവ്വേറെ ആറ്റങ്ങൾ ന്യൂട്രോണിന്റെ എണ്ണം ഈക്വൽ വന്നാൽ അതിന് ഐസോട്ടോൺസ് എന്ന് പറയും.
അതുപോലെ താഴെയുള്ളത് ഐസോബാർ, അതെന്താണെന്ന് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഇനി യൂസസ് ഓഫ് സം ഐസോട്ടോപ്പുകളുടെ ചില ഉപയോഗങ്ങൾ. ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ ഒരു ഐസോട്ടോപ്പ്, അറ്റോമിക് റിയാക്ടറുകളിൽ ഉപയോഗിക്കും. അറ്റോമിക് റിയാക്ടർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ നടത്തി ന്യൂക്ലിയസിനെ വിഭജിച്ചിട്ട് എനർജി കിട്ടും, അതുപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഡ്യൂട്ടീരിയം ആ റിയാക്ടറുകളിൽ ഉപയോഗിക്കും. കാർബൺ 14, അത് ഫോസിലുകൾ, വളരെ കാലപ്പഴക്കം ചേർന്ന ജീവികളുടെ അവശിഷ്ടങ്ങൾ, പ്രീ ഹിസ്റ്റോറിക് ചരിത്രാതീത കാലത്തെ വസ്തുക്കൾ, ഇതിന് എത്രത്തോളം കാലപ്പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാർബൺ 14 ഐസോട്ടോപ്പ് ഉപയോഗിക്കും. എന്താ കാരണം? അതായത് ഇതിന്ന് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. അടുത്ത പോട്ടെ, ഫോസ്ഫറസ് 31, അത് ഒരു ചെടികളില് ഫോസ്ഫറസ് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതാണ് ചെടികൾക്ക് ഉള്ള അടിസ്ഥാന മൂലകങ്ങൾ ആവശ്യമുള്ളത്. അപ്പൊ സാധാരണ ഫോസ്ഫറസിന്റെ കൂടെ ഫോസ്ഫറസ് 31 കൂടി കലർത്തി വിടും. ഫോസ്ഫറസ് 31 ഐസോട്ടോപ്പ് റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മളത് പോണ റൂട്ടൊക്കെ ശരിക്കും അറിയും. അപ്പൊ ട്രേസ് ചെയ്യാൻ പറഞ്ഞ എന്താ അർത്ഥം? പിന്നാലെ ഏത് പോണ്, എവിടെ പോണ്, എന്ത് പോണ് തിരിച്ചറിയാം. ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റിലെ ന്യൂട്രിയന്റ് എക്സ്ചേഞ്ചുകളുടെ പോഷകങ്ങൾ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്ന് ട്രേസറായിട്ട് ഫോസ്ഫറസ് 31 ഉപയോഗിക്കും. ഐഡിൻ 131, കോബാൾട്ട് 60, ഇതൊക്കെ ക്യാൻസർ രോഗം തിരിച്ചറിയാനും ട്യൂമർ വളർച്ചകൾ തിരിച്ചറിയാനും ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ്, അതിന്റെ ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടറിലെ ഫ്യൂവൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ് യുറേനിയം 235. അതായത് ഈ യുറേനിയത്തിന്റെ ന്യൂക്ലിയസ് വിഭജിച്ചിട്ടാണ് അത്ര അധികം എനർജി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലുമൊക്കെ കുറെ എണ്ണത്തിന്റെ ഉപയോഗം അറിഞ്ഞിരിക്കണം. അപ്പോ കുറെ പേജുകൾ നമ്മൾ പുസ്തകത്തിൽ മറിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനെ ഒന്ന് ചിട്ടപ്പെടുത്തി വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ബാക്കി ആ ടെക്സ്റ്റിലുള്ളത് എല്ലാ ചോദ്യങ്ങൾക്കും ഈ അറിവുകൾ കൊണ്ട് തന്നെ നിങ്ങൾ മറുപടി കണ്ടെത്തണം. ദയവ് ചെയ്ത് ഏതെങ്കിലും ഗൈഡുകളിൽ ആൻസർ പെൻസിൽ കൊണ്ട് അതിൽ എഴുതി വെച്ച് കാണാതെ പഠിക്കരുത്. നിങ്ങൾക്ക് ചിന്തിക്കാനാണ് ആ പുസ്തകം. അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ കുറെ കുട്ടികളെങ്കിലും സ്വഭാവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ.